വിവാദ ഫോൺ സംഭാഷണത്തിൽ SP സുജിത് ദാസിനെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം. ADGP MR അജിത് കുമാറിന്റെ പരാതിയിലാണ് നടപടി. ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയ നടപടിയിൽ SP-ക്കെതിരെ കടുത്ത നടപടിയുണ്ടായേക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാനും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും ആലോചനയുണ്ട്. SP-യും PV അൻവർ MLA-യും തമ്മിലുള്ള ഫോൺ സംഭാഷണം റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, വലിയ പ്രതിസന്ധിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ആഭ്യന്തര വകുപ്പിനെ ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടപ്പോൾ. ഒപ്പം ഈ സുജിത് ദാസിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയല്ലേ തീരുമാനം? ഇന്നലെ പോലീസ് ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഗുഡ് മോർണിംഗ് ആര്യ, തുളസി. ഇന്നലെ തിരക്കിട്ട ചർച്ചകൾ നടന്നിരുന്നു. പ്രധാനമായും അതിൽ ADGP MR അജിത് കുമാറിൻ്റെ പരാതിയായിരുന്നു ഏറ്റവും പ്രധാനമായി ഉണ്ടായത്. കാരണം SP സുജിത് ദാസ് ഏറ്റവും കൂടുതൽ ADGP അജിത് കുമാറിനെതിരെയായിരുന്നു ആ ഫോൺ സംഭാഷണത്തിൽ സംസാരിച്ചതെല്ലാം. റിപ്പോർട്ടർ TV-യാണ് ഈ ഫോൺ സംഭാഷണം പുറത്തുവിടുകയും ചെയ്ത്. ഇതിൻ്റെ ഭാഗമായി മിനിഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ ഈ ഫോൺ സംഭാഷണം പുറത്തുവിടുന്നത്. അതിൻ്റെ പിന്നാലെ തന്നെ സുജിത് ദാസ് ഹെഡ് ക്വാർട്ടേഴ്സിലെത്തി ADGP-യെ കാണാനുള്ള ശ്രമം നടത്തിയെങ്കിലും ADGP കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. അതിന് പിന്നാലെ തന്നെ നടപടി ഏതാണ്ട് ഉറപ്പായി എന്ന വിധത്തിൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വിവരങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് 3 ദിവസത്തെ അവധിയിൽ സുജിത് ദാസ് പ്രവേശിക്കുകയും ചെയ്ത്. ഇന്നലെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉന്നതരായ IPS ഉദ്യോഗസ്ഥർ ഇന്നലെ അനൗദ്യോഗിക യോഗം ചേർന്നിരുന്നു. അതിൽ ശക്തമായ നടപടി സുജിത് ദാസിനെതിരെ ഉണ്ടാകണം എന്ന അഭിപ്രായമാണ് ഉയരുകയും ചെയ്ത്. അതിനിടെ ആഭ്യന്തര വകുപ്പിനും DGP-ക്കും MR അജിത് കുമാർ കൊടുത്ത പരാതിയിലാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്താൻ തീരുമാനമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി പത്തനംതിട്ട SP സ്ഥാനത്തേക്ക് സുജിത് ദാസ് തിരിച്ചു വരാനുള്ള സാധ്യതയും കുറവാണ്. ഇനിയിപ്പോൾ സസ്പെൻഷനാണോ അതല്ല സ്ഥലം മാറ്റമാണോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനിയിപ്പോൾ സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. സസ്പെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇനി എപ്പോൾ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയെയും നാണം കെടുത്തുന്ന രീതിയിലുള്ള ഫോൺ സംഭാഷണമാണ് എന്ന കാര്യം എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. അതിനിടെ IPS അസോസിയേഷനും സുജിത് ദാസിനെതിരെ രംഗത്ത് വന്നു. ഇന്നലെ ഒരു യോഗം ചേരാൻ അവർ തീരുമാനിച്ചു. ആ യോഗം റദ്ദാക്കുകയും ചെയ്തു. അതായത് സുജിത് ദാസിൻ്റെ വെളിപ്പെടുത്തൽ IPS അസോസിയേഷനും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. നമുക്കറിയാവുന്നതുപോലെ PV അൻവർ MLA പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മലപ്പുറം SP ശശിധരനെതിരായി നടത്തിയ പരാമർശത്തിൽ IPS അസോസിയേഷൻ പ്രമേയം പാസാക്കിയിരുന്നു. ആ പ്രമേയത്തിൽ താൻ അനുകൂലിച്ചിരുന്നില്ല എന്ന് SP MLA-യോടുള്ള ഫോൺ സംഭാഷണത്തിലും വെളിപ്പെടുത്തി. പിന്നീട് കാര്യങ്ങൾ IPS അസോസിയേഷൻ പരിശോധിച്ചപ്പോൾ സുജിത്തിൻ്റെ വോട്ടില്ലാതെയാണ് ആ പ്രമേയം പാസാക്കിയത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് ബോധപൂർവമായിരുന്നു സുജിത് ദാസിൻ്റെ ഈ നടപടി എന്നുള്ളത് IPS അസോസിയേഷനിലാകെ ഞെട്ടലുണ്ടായിരിക്കുകയാണ്. മാത്രമല്ല കൺഫേർഡായി IPS ആയ പല ഉദ്യോഗസ്ഥർക്കെതിരെയും മോശമായ പരാമർശമാണ് ഈ ഫോൺ സംഭാഷണത്തിൽ സുജിത് ദാസ് നടത്തിയിരുന്നതും. സമീപകാലത്ത് മലപ്പുറത്തുണ്ടായ വിവാദ വിഷയങ്ങൾ ഇനിയിപ്പോൾ സർക്കാർ വീണ്ടും പരിശോധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ആഭ്യന്തര വകുപ്പിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ PCC പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാണ് ADGP MR അജിത് കുമാർ എന്നും അജിത് കുമാറിൻ്റെ സ്വത്ത് ഉൾപ്പെടെ അനധികൃത സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സംഭാഷണം പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സേനയ്ക്കാകെ അവമതിപ്പുണ്ടാക്കിയ SP ഇനി എങ്ങനെ സർവീസിൽ തുടരും എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. നമുക്കറിയാവുന്നതുപോലെ റിപ്പോർട്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത താനൂരിലെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. താനൂർ കസ്റ്റഡി മരണത്തിൽ ഡാൻസ് ഓഫ് ടീം സുജിത് ദാസിൻ്റെ കീഴിലുള്ളതായിരുന്നു. പിന്നീട് ആ കസ്റ്റഡി കൊലയിൽ CBI അന്വേഷണം വന്നു. CBI അന്വേഷണത്തിൽ നിലവിൽ 4 ഡാൻസ് ഓഫുകാരായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രതികൾ. ആ കേസ് ഇതുവരെയും അതിന് നേതൃത്വം നൽകിയ DYSP VV ബെന്നിയിലേക്കോ അതുപോലെ തന്നെ SP സുജിത് ദാസിലേക്കോ എത്തിയിരുന്നില്ല. ഒരുപക്ഷെ ഒരു പരാതി പിൻവലിക്കാൻ MLA-യോട് ഇങ്ങനെ കാല് പിടിച്ച് കെഞ്ചി പറയുന്ന SP ഒരുപക്ഷെ CBI സംഘത്തോടും ഇതേ അടവ് പയറ്റിയിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്കയാണ് താമിർ ജഫ്രിയുമായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ടാണോ SP സുജിത് ദാസിനെയും VV ബെന്നി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ CBI ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും SP സുജിത് ദാസിനെ സംബന്ധിച്ച് സമീപകാലത്തുണ്ടായ മറ്റ് വിവാദ വിഷയങ്ങളെല്ലാം പരിശോധിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ
വകുപ്പിൻ്റെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്നാണ് കരുതുന്നത്. ആര്യ തുളസി. ടി വി പ്രസാദ് ഈ സൂചിപ്പിച്ചതുപോലെ ഈ പി ശശിയും ADGP MR അജിത് കുമാറും തമ്മിലുള്ള ഒരു ബന്ധം, അതിൽ ഈ സുജിത് ദാസിന് വളരെയധികം അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ സേനയ്ക്കകത്തു നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിനകത്ത് പോലീസ് സേനയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു ചേരിതിരിവും ഭിന്നിപ്പും ഉണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ പ്രസാദ്? ഉറപ്പായും അങ്ങനെ കരുതേണ്ടി വരും. കാരണം ഈ പിണറായി വിജയൻ സർക്കാർ, ഒന്നാം സർക്കാർ, രണ്ടാമത്തെ സർക്കാർ ആകെ 8 വർഷം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ആഭ്യന്തര വകുപ്പിനുള്ളിൽ നിന്ന് സേനയ്ക്കെതിരെ ഇത്ര മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. മാത്രമല്ല അത് മുഴുവൻ നാട്ടുകാർ കേൾക്കുകയും ചെയ്തു, ഫോൺ സംഭാഷണമായി പുറത്തു വരികയും ചെയ്തു. അതായത് ആഭ്യന്തര വകുപ്പ്, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ആളാണ് ADGP എന്നും ഈ ADGP MR അജിത് കുമാറാണ് IPS വിജയനെ സസ്പെൻഡ് ചെയ്ത് നശിപ്പിച്ചതെന്നും അങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിലേക്കാണ് ഈ ഫോൺ സംഭാഷണം കടന്നു പോകുന്നത്. അതായത് ആഭ്യന്തര വകുപ്പിനും പ്രത്യേകിച്ച് സർക്കാരിനും വലിയ നാണക്കേടുണ്ടാക്കിയ ഫോൺ സംഭാഷണമാണ് ഇത് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ഉള്ളത്. ഒരു പരാതി പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് PV അൻവറുമായി ഈ കാര്യങ്ങളെല്ലാം സുജിത് ദാസ് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ADGP MR അജിത് കുമാറിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായി കരുതുന്ന ആളാണ് ഈ SP സുജിത് ദാസ്. അങ്ങനെയെങ്കിൽ SP സുജിത് ദാസ് ഈ MLAയോട് പറഞ്ഞതുപോലെ ആരോടൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും നടപടി ഉണ്ടാകാനാണ് സാധ്യത. ക്രമസമാധാന ചുമതലയിൽ നിന്നുൾപ്പെടെ നീക്കാനും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും എന്തായാലും ആലോചനയുണ്ട്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.